ശ്രീരാം മഹലിന്റെ ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിന്റെ ഇടയിലും ഒരു ബാബര പള്ളി അതിന്റെ തലമണ്ടയ്ക്ക് വെച്ച് ഉണ്ടാക്കണമെങ്കിൽ അതൊരു ആധിപത്യത്തിന്റെ ഇത് പവറിന്റെ ഒരു പിന്നെ സിഗ്നലായിരുന്നു. ഇന്ത്യൻ സനാതന ധർമ്മത്തിനെ തകർക്കുക എന്നുള്ളായിരുന്നു അബ്ദുൽഖാദർ. ഇന്ത്യൻ സനാതന ധർമ്മത്തിന്റെ മേലെ അടിയറ വെക്കുന്ന ഇവരൊക്കെ ഒരു വിചാരമുണ്ട്, ഈ പിന്നെ മുഗളന്മാര് പ്രവാചകന്മാരാണോ? അതെന്താ അതിനെ പറ്റി പറയാനുള്ളത് അബ്ദുൽഖാദർ? ഇവര് പറയുന്ന കേട്ടാ തോന്നുന്നു ബാബറും പിന്നെ ഔറംഗസീബ് ഒക്കെ പ്രവാചകനാണ്. പ്രവാചകൻ ഉണ്ടാക്കിയ പള്ളിയാണെങ്കിൽ ഇവര് പറയട്ടെ. ഇവിടെ രാമന്റെയും കൃഷ്ണന്റെയും മഹാദേവന്റെയും തലയിൽ വെച്ചിട്ട് ഇവര് ഈ മുഗളന്മാര് വന്നതിന് ഇവരെന്താ ഞാൻ ചോദിക്കുന്ന അമ്മായിന്റെ മക്കളാണോ അല്ലെ പ്രവാചകനാണോ? അതൊക്കെ എന്താ പറയാനുള്ളത്? നമ്മള് പിന്നെ റഹീമിലേക്ക് എത്താൻ രാമനിലൂടെ വളരെ എളുപ്പമായിരിക്കും. രാമനിലൂടെ റഹീമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആധ്യാത്മിക തലത്തിന്റെ ഒരു വല്ലാത്ത അവസ്ഥയ്ക്ക് എത്താൻ പറ്റും, സ്പിരിച്വാലിറ്റിന്റെ മൂർത്തി ഭാവത്തേക്ക് എത്താൻ പറ്റും.